ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് എവിടെയാലും പോകണം ഈ കൊത്തുപണികളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില പറയും ഈ അശ്ലീകളൊക്കെ എന്തിനാ ഇതിന്റെ മേലെ വെച്ചെന്ന് പറയും. ആ പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോ എന്റെ ഉള്ളിൽ എന്ത് കെമിക്കൽ ആക്ഷനാ നടക്കണത്? വെറുതെ ക്ഷേത്രത്തിൽ ഓടിപ്പോയി തൊഴുത്തിട്ട് വരിക അല്ല, അതൊരു പ്രോസസ്സാണ്. യഥാർത്ഥ പഞ്ചവർഗം അതാണ്. പക്ഷെ ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ചുറ്റും പണിയുന്ന 5 തരത്തിലാണെന്നാണ് കരുതാൻ. അത് ഈ ഇന്ത്യൻ സിസ്റ്റത്തിനൊക്കെ അതാണ് പല തരത്തിലും വ്യാഖ്യാനിക്കപ്പെടും. ഗുരുവായൂരിൽ പോവാണെന്ന് വെച്ചു. ഗുരുവായൂരപ്പന്റെ തിരുനടയ്ക്ക് ചുറ്റുമിരിക്കുന്ന ചുറ്റമ്പലത്തിന്റെ 2ാമത്തെ നിലയിലാണ് അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസ് ഇരിക്കുന്നതും അവരുടെ ഓഫീസ് വർക്കുകൾ നടക്കുന്നതൊക്കെ അവിടെയാണ്. ഭഗവാനും മുകളിലാണ് ഇവരിയ്ക്കുന്നത്. പടിത്തരം എഴുതുമ്പോൾ തന്ത്രി കുറിച്ചു വെക്കുന്നതാണ് അവിടുത്തെ നിയമം. കറക്റ്റ്, അതാണ് അതിന്റെ. ഇന്ന ദിവസത്തിൽ ഇത്രാം തീയതി ഇന്ന സമയമാകുമ്പോ സൂര്യന്റെ കിരണം ഇവിടെ വന്ന് പതിയും. ഇപ്പൊ എന്റെ മനസ്സിലേക്ക് അതാ വന്നത്. ആണ്. ഇപ്പൊ അതുമാതിരി തന്നെ ഇപ്പൊ ശ്രീരാമക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കണ്ട് കൃത്യമായിട്ട്, അതായത് അതിലെന്താ യൂണിക്നെസ് എന്താന്നുള്ളതാണ്. തുളസിത്തറകൾ നിർമ്മിക്കുന്നത് ദോഷമാണെന്ന് പറയാം. നിശാന്ത് തോപ്പിൽ സാർ, നമസ്കാരം. നമസ്തേ സാറ്. ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് ക്ഷേത്രവാസ്തുവിലാണ്. അതെ. സ്വാഭാവികമായിട്ടും ക്ഷേത്രവാസ്തുവിനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യാതെ സാറിനെ പറഞ്ഞു വിട്ടാൽ ശരിയാവില്ല എന്ന് തോന്നിയതാണ്. അപ്പോ ക്ഷേത്രവാസ്തു ഒരുപാട് നൂലാമാലകളുള്ള ഒരു വിഷയമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊക്കെ ക്ഷേത്രവുമൊക്കെ ആയിട്ട് അടുത്ത് ബന്ധപ്പെട്ട് നിന്നവരായിരുന്നു ഒരു സമയത്ത്. ഇപ്പൊ സമയത്തിന്റെ കുറവുകൊണ്ട് അങ്ങനെ പോകുന്നില്ല. ചില കേസുകളിൽ പറഞ്ഞിട്ടുണ്ട്, ചില ക്ഷേത്രങ്ങളൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കുന്ന കരാറുകാർ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഈ ചെറിയ അളവുകളിലൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ദോഷമായി ഭവിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? യഥാർത്ഥത്തില് ഇപ്പൊ പറഞ്ഞതൊരു വിശ്വാസമാണ്. ഗുഡ്. നമ്മളെ കേരളത്തില് തച്ചൻ ആശേരി എന്ന് പറയുന്ന ആളാണ് കണക്ക് കൊടുക്കുന്നത്. അതെ. അപ്പൊ ആശേരിയുടെ പണി വരിക ഇതൊക്കെ ഉണ്ടാക്കി മുകളിലെത്തുമ്പോഴാണ്. അതായത് പണ്ട് ഒരു കൂടം കൂട്ടിയിട്ട് കയറും കപ്പിയൊക്കെ വലിച്ച് അതിൻ്റെ മേലെ കൂട്ടിയിട്ട് സ്ഥാപിക്കുക. അപ്പൊ ആദ്യം എന്നെ ആശാരി പറയുന്നത് കണക്ക് തെറ്റരുത്, കാരണം ഇത് കൊണ്ട് സ്ഥാപിക്കണമല്ലോ. അപ്പൊ തറയെന്നുള്ള പണി മുതൽക്ക് തന്നെ അത് പറയും. അപ്പൊ അത് അങ്ങനെ പറയുമ്പോൾ അതിൽ കൂടെ ജ്യോതിഷവും കൂടി കൂടുമ്പോൾ ഒരു ആയാദി ഷഡ്വർഗങ്ങൾ എന്ന് പറഞ്ഞൊരു കണക്ക് രൂപീകരിക്കുന്നുണ്ട്. നക്ഷത്രം, അതായത് നമ്മളൊക്കെ ജാതകം എഴുതുന്നവരി വീടിൻ്റെയും ജാതകം എഴുതാൻ പറ്റും, കെട്ടിടത്തിൻ്റെയും എഴുതാൻ പറ്റും. അപ്പോൾ അത് കണക്കാക്കിയിരിക്കുന്നത് ഈ സെൻറ്റിമീറ്ററിലും മീറ്ററിലും നമ്മൾ ഈ കാലഘട്ടത്തിൽ പറയുന്നത് പണ്ട് അങ്കുലത്തിലായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ പറയുമ്പോൾ അതിലും കൂടി കുറഞ്ഞിട്ടുള്ളത് ഓരോരോ അളവുകളാക്കി വരുമ്പോൾ അതിൽ ക്ഷേത്രമാകുമ്പോൾ വളരെ കണിശമായിട്ട് ഈ അളവുകൾ പാലിച്ചിരുന്നു. പക്ഷെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ആ സിസ്റ്റം. നേരെ നിങ്ങൾ നോർത്തിലൊന്നും പോയാൽ ഒരു ഇതുമില്ല. തമിഴ്നാട്ടിലൊന്നും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രത്തിന് തന്നെ 2 കൺസെപ്റ്റും ഉണ്ട്. ഒന്ന് സ്വയംഭൂ എന്ന് പറയും, അതായത് എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ കാവുകൾ എന്നൊക്കെ പറയുന്നതൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഉള്ളതാണ്. അപ്പൊ അതിൽ നിർമ്മിതി വരുമ്പോഴാണ് അളവും ഇതൊക്കെ വരുന്നത്. അത് എസ്പെഷ്യലി നമ്മളെ കേരളത്തിലാകുമ്പോൾ ഈ മരപ്പണിക്കാർ എന്ന് പറയുന്ന ആശാരി എന്ന് പറയുന്ന, അതായത് തച്ചൻ എന്ന് പറയുന്നവരുടെ ഒരു ശാസ്ത്രമായി തച്ചു ശാസ്ത്രം. അപ്പൊ അത് സ്ട്രോങ് ആയിട്ടായതിനെ കൊണ്ട് നമ്മളിത് അളവ് തെറ്റരുതെന്ന് പറയും. അപ്പൊ അതിലൊരു വിശ്വാസം കൂടി കൂട്ടുമ്പോൾ എന്താവും, വളരെ പക്കയായിട്ട് എല്ലാവരും ചെയ്യും. അതാ എന്താ ഒരു 100% ആകാൻ വേണ്ടിയിട്ട് അതിൽ ഇത് വന്നു. അപ്പോൾ അതായി കഴിഞ്ഞിട്ട് പിന്നെ അസുഖമാകുമോ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകും. കാരണം ചെറുപ്പം മുതലേ ഇതാ കേൾക്കണേ, മനസ്സുമായിട്ട് കണക്റ്റഡാ, സബ് കോൺഷ്യസ്ലി കണക്റ്റഡ് ആണ്. ആക്ച്വലി ബിൽഡിങ്സും വീടും ഒക്കെ എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നാ പറയുക. അതായത് നമ്മളെ മനസ്സിന്റെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിന്റെ എക്സ്റ്റൻഷനാണ് വീട്. ഈ പഞ്ചവർഗം കിട്ടിയിട്ടാണ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലുകളോ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലവും ഒക്കെ. എന്താണ് ഈ പഞ്ചവർഗം, എന്തിനാണ് പ്രദാനം ചെയ്യുന്നത്? പഞ്ചവർഗം എന്ന് പറഞ്ഞാല് 5 തരത്തിലുള്ള കെട്ടുകൾ വരിക. അതായത് എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രീകോവില് അതിന്റെ അന്തരാളം എന്ന് പറയും. അതിന്റെ ഉള്ളിലൂടെ ഒരു ഇടനാഴി മാതിരി ഉണ്ടാവും. അതാണ് ഒന്നാമത്തെ വർഗം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചുറ്റമ്പലം എന്ന് പറയുന്നത് 4 ഭാഗത്ത് ഉള്ളത്. അതായത് ശരിക്കും അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ശ്രീകോവിലിന്റെ മേലെ ചുറ്റുഭാഗത്തും കുറെ ചിത്രങ്ങളൊക്കെ ഉണ്ടാവും. അത് നോക്കിയിട്ട് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനുള്ളതാണ് ശരിക്കും ഈ 4 ഭാഗം കാണുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ അവിടെ നിന്ന് ഇരിക്കരുത്, നടത്തമെന്ന് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ ഫംഗ്ഷൻ അതാണ് ചുറ്റമ്പലം. ഭജന ഇരിക്കാന്നും കുറച്ചുകൂടി ഡീപ്പാണത്. എന്നിരുന്നാലും നമുക്ക് അങ്ങനെ എടുക്കാം. അതായത് എന്ന് പറഞ്ഞാല്
അത് ഈ നിങ്ങൾ ക്ഷേത്രത്തിൽ ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് എവിടെയാലും പോകണം, ഈ കൊത്തുപണികളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില പറയും ഈ അശ്ലീകളൊക്കെ എന്തിനാ ഇതിന്റെ മേലെ വെച്ചതെന്ന് പറയും. അതായത് നമ്മളെ ഉള്ളില് ഓരോരോ സ്റ്റിമുലേസ് വരികയാണ്. അപ്പോൾ നമ്മൾ ആ പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്ത് കെമിക്കൽ ആക്ഷനാണ് നടക്കണത്, ഇത് മെഡിറ്റേഷൻ ചെയ്യണം എന്നാ പറയാ. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത് താതാത്മ്യം പ്രാപിച്ചിട്ടാണ് ചുറ്റി വരുമ്പോഴത്തേക്ക് ഭഗവാനുമായിട്ട് ഒന്നിക്കുക. അപ്പൊ അതിനുള്ള ഇരിക്കാനുള്ള സ്ഥലമാണ് യഥാർത്ഥത്തിൽ ചുറ്റമ്പലം. വെറുതെ ക്ഷേത്രത്തിൽ ഓടിപ്പോയി തൊഴുത്തിട്ട് വരിക അല്ല, അതൊരു പ്രോസസ്സാണത്. എന്നിട്ട് ഞാൻ തന്നെ സ്വയം ഭഗവാനായി മാറുക. അതാണ് ലാസ്റ്റ് നടയില് ഇതാകുമ്പോൾ. ഇപ്പൊ ഒന്നാമത്തെ വർഗം എന്ന് പറയുന്നത് ശ്രീകോവില്, അതിന്റെ ചുറ്റുള്ള അന്തരാളം അടങ്ങുന്നത്, അതിൽ തന്നെ അതിന്റെ സോപാനം വരും, പിന്നെ നാളം വരും, ഇങ്ങനെയുള്ളതൊക്കെ കൂടി വരുന്നത്. പിന്നെ രണ്ടാമത്തെ വർഗം ഈ ചുറ്റമ്പലം. മൂന്നാമത്തെ വർഗം വിളക്കുമാടെന്ന് പറയും. അതായത് ചുറ്റുഭാഗം വിളക്ക് കത്തിക്കാനായിട്ട് ഇത് ചുറ്റുവിളക്ക് കത്തിക്കുന്നില്ലേ, അതിൻ്റെ ആയിട്ട് ഒരു ഇത് വരും. അതാണ് മൂന്നാമത്തെ വർഗം. പിന്നെ വരുന്നത് കുറെ ശർക്കരാണിമാരി കല്ലുകൾ കാണാൻ ചുറ്റുഭാഗം, ബലിക്കല്ലുകൾ, അതാണ് നാലാമത്തത് വരും. പിന്നെ അഞ്ചാമത്തെ പറയുന്ന അന്ധഹാര എന്ന് പറയും, അതായത് പുറമേയുള്ള ചുറ്റുമതിൽ, അതിൽ ഗോപുരം ചുറ്റുമതിലൊക്കെ വരും. അതായത് ഒരു ലക്ഷണമൊത്ത ക്ഷേത്രത്തില് ഈ 5 പ്രകാരങ്ങൾ വേണം എന്നാ പറയുക. ഇതൊന്നും ഇല്ലാഞ്ഞാലും ക്ഷേത്രം ആവും കേട്ടോ. പക്ഷെ ഒരു പക്ക അതിലുള്ള എനർജീനെ പ്രിസർവ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ 5 എണ്ണം കൃത്യമായിട്ട് ഭാവിക്കണം. അപ്പോഴാണ് അത് ക്ലിയർ ആകുക. അതുകൊണ്ടാണ് ക്ഷയാൽ ത്രായതേ ഇതി ക്ഷേത്രം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്ഷയിച്ചിരിക്കാൻ തന്നെ ആകെ കഷ്ടപ്പാടാണ്, ഒരു ഐഡിയയും കിട്ടണില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ കിട്ടണില്ല. ഇതിന് വ്യക്തമായ ഒരു സയൻസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഉള്ളിലൊരു മെസ്സഞ്ചർ DNA, മെസ്സഞ്ചർ RNA ഉണ്ട്. അതാണ് നമുക്ക് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള തോന്നിപ്പിക്കുന്നത്. ഇപ്പം അടുത്ത ചോദ്യം ചോദിക്കണം. അപ്പം എന്താ ചോദിക്കുക? ഇത് തരുന്നത് ഈ മെസ്സഞ്ചർ DNA, മെസ്സഞ്ചർ RNA. അതുപോലെ പ്രപഞ്ചത്തിനും ഉണ്ട്. അപ്പം നമ്മൾക്ക് അത് കിട്ടാണ്ട് വരുമ്പോൾ, കണക്ഷൻ കിട്ടാണ്ട് വരുമ്പോഴാണ് ഒരാൾ പ്രോബ്ലത്തിൽ വരിക. അപ്പോഴാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ കാരണം ഈ കണക്ഷൻ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ റേഞ്ച് കിട്ടിയില്ലെങ്കിൽ എന്താണോ, ടവറിൻ്റെ അടുത്തേക്ക് പോകണം. ഈ ടവറാണ് യഥാർത്ഥത്തിൽ എന്ത്. അപ്പൊ ഇത് ഉണ്ടാക്കാനുള്ള ഒരു മെക്കാനിസമാണ് ക്ഷേത്രം. അപ്പൊ അവിടെ 5 നേരം ഇതൊക്കെ ആയിട്ട് അതിന്റെ ആ എനർജി അങ്ങനെ ക്രിയേറ്റഡ് ആയിട്ടുണ്ടാവും. ഈ പഞ്ചവർഗം എന്ന് ഉദ്ദേശിച്ചപ്പോ ഈ ഒരു അറിവ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പഞ്ചവർഗം എന്ന് പറയുമ്പോൾ ഈ ശ്രീകോവിലോ ചുറ്റമ്പലോ ഒക്കെ പണിയുമ്പോൾ അതിന്റെ ബേസ്മെന്റ് ഉണ്ടാവുമല്ലോ, വീട്ടിൽ ബേസ്മെന്റ് 5 തരത്തിലുള്ള നിർമ്മിതികൾ ഇതിലുണ്ടാവും. അത് എന്തിനാണ് പ്രധാനം? അല്ല അത് പലതും ഉണ്ട്. അത് നാഗക്കൂട്ട് എന്നൊക്കെ പറഞ്ഞ കുറെ സാധനം ഉണ്ട് അതിലെന്ന് പറഞ്ഞാൽ ഓരോരോ ഇതിനും ഓരോരോ അത് നമ്മള് ബേസ്മെന്റ് എന്ന് പറയുന്നതിന് അതിന് ഗളം പത്മം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്ഥാനം കൊടുക്കണയാണ്. അത് അതിന്റെ തന്നെയായിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ടായിട്ട് അത് നമ്മൾ ഒരു ബേസ്മെന്റ് നമ്മൾ ഇതിലുള്ളത് എടുത്താൽ മതി. പക്ഷേ ഈ 5 വർഗം എന്ന് പറയുമ്പോൾ അത് ഇതാണ്, അതാണ് യഥാർത്ഥ പഞ്ചവർഗം. പക്ഷെ ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ചുറ്റും പണിയുന്ന 5 തരത്തിലാണെന്നാണ് കരുതാൻ. അത് ഈ ഇന്ത്യൻ സിസ്റ്റത്തിനൊക്കെ അതാണ് പലതരത്തിലും വ്യാഖ്യാനിക്കപ്പെടും. ആണ്. ഇനി ഒരു പഞ്ചമകാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാൽ അതിലും രസാ, മദ്യം മാംസം പറയുന്നത്. അതാണ് അങ്ങനെ തെറ്റിദ്ധരിച്ചു. ഈ ചില സമയങ്ങളില് ഇപ്പൊ നാട്ടിൻപുറത്തെ ക്ഷേത്രങ്ങൾക്ക് അടുത്തൊരു 2 നിലയ്ക്ക് ഒരാളൊരു വീട് പണിയാൻ നിശ്ചയിക്കുന്നു എന്ന് വെക്കാം. അപ്പോ വാസ്തു നോക്കുന്നവർ പറയും ക്ഷേത്രത്തിന്റെ മകുടം ഉണ്ടാവുമല്ലോ, എന്തായാലും പറയാം, മനസ്സിലായി, മുകളിലുള്ള അതിനേക്കാൾ ഹൈറ്റിൽ വീടിന്റെ പാടില്ല. ചിലപ്പോ പറയും കൊടിമരത്തിന്റെ ഹൈറ്റിന് മുകളിലേക്ക് പോകാൻ പാടില്ല. ഇപ്പോ നമ്മുടെ ക്ഷേത്രത്തിൽ തന്നെ ഞങ്ങള് ഉപദേശക സമിതി അംഗങ്ങളായിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രമാണ്. അവിടെ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ എന്ത് നിർമ്മിതി നടത്തണമെങ്കിലും ദേവസ്വം ബോർഡിന്റെ മൂത്താശാരി എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. ഇപ്പൊ അവരുടെ അപ്രൂവൽ വേണം. അപ്പൊ ഞങ്ങൾ അവിടുത്തെ ഒരു ഓഫീസിന് മുകളിൽ ഒരു താൽക്കാലികമായ ഒരു ഉപദേശ സമിതി ഓഫീസ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞങ്ങൾ അതിന് ആദ്യം തന്ത്രിയെ കണ്ടപ്പോൾ തന്ത്രി പറഞ്ഞത് മൂലക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുകളിലേക്ക് ഹൈറ്റ് ഉണ്ടാകാൻ പാടില്ല, അതിനനുസരിച്ച് വേണം ഹൈറ്റ് അറേഞ്ച് ചെയ്യാൻ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഗുരുവായൂരിൽ പോവാണെന്ന് വെച്ചു. ഗുരുവായൂരപ്പന്റെ തിരുനടയ്ക്ക് ചുറ്റുമിരിക്കുന്ന ചുറ്റമ്പലത്തിന്റെ 2ാമത്തെ നിലയിലാണ് അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസ് ഇരിക്കുന്നതും അവരുടെ ഓഫീസ് വർക്കുകൾ നടക്കുന്നതൊക്കെ അവിടെയാണ്. ഭഗവാനും മുകളിലാണ് ഇവരിയ്ക്കുന്നത്. ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പാലക്കാടുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി. അതായത് നമ്മുടെ മോഹൻലാലിന്റെ ദേവാസുരം സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്ത വളരെ മനോഹരമായ ഒരു ക്ഷേത്രം. അവിടെ ഒരു സപ്താഹ യജ്ഞം നടക്കുന്നു. യജ്ഞാചാര്യൻ വേദശ്രീ മണികണ്ഠൻ പള്ളിയിലാണ്. നമ്മുടെ ചാനലിൽ അതിഥിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ സുഹൃത്താണ്, ഗുരുതുല്യനാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ ചിലപ്പോൾ അവിചാരിതമായി ചെന്ന് പെട്ടതാണ്. പരിയാമ്പറ്റ ക്ഷേത്രം. ഒരു
കുറേ മെയിൻ റോഡിൽ നിന്ന് കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ടാണ് ഈ ക്ഷേത്രത്തേക്കുള്ള ഒരു വഴി. അതിന് ചുറ്റും ഇവരൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. പഴയ പണ്ടുണ്ടായിരുന്നതിനെ വെച്ച് തന്നെയാണ് ഇവർ ഓഡിറ്റോറിയവും കാര്യങ്ങളും ഒക്കെ ക്ഷേത്ര ശ്രീകോവിലിന് ചുറ്റുമാണ്. ശ്രീകോവിലിൽ നിന്ന് ഇതിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നിലയിൽ നിന്നാ ഞങ്ങൾ അദ്ദേഹത്തിന് താമസിക്കുന്ന റൂമിന്റെ വരാന്തിൽ ഞാനത് ചോദിക്കും, നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ സാറേ എന്തൊക്കെ പറയും, ഇത് നോക്കൂ, ഇവിടെ നിന്ന് നോക്കി ഒരുപാട് താഴ്ച, ഒരു 10-20 അടി താഴ്ചയിലാണ് ശ്രീകോവിൽ നിൽക്കുന്നത്. അതിന്റെ മുകളിലാണ് ഇവർ താമസിക്കുന്ന കെട്ടിടങ്ങളും ഓഫീസുകളും ഒരുക്കിയത്. സത്യത്തിൽ അങ്ങനെ ഒരു നിയമം വാസ്തുവിലുണ്ടോ? ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രധാന ഘടകം എന്താണെന്ന് വെച്ചാൽ, അത് നിർമ്മിക്കുന്ന സമയത്ത് അത് ഈ ഒരു ദേവൻ ആദ്യം ഉണ്ടാകുക ഗുരുവിൻ്റെ ഉള്ളിലാണ് നാവുക. അപ്പോൾ ഗുരുവിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടാണ് എന്താ പറയുക ഒരു കല്ലിലേക്കോ അല്ലെങ്കിൽ ഒരു കണ്ണാടിയിലേക്കോ അതിൽ ഇതാകുന്നത്. അപ്പം ആ സമയത്ത് അദ്ദേഹം ചില നിയമങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ശബരിമലയിൽ സ്ത്രീകൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ മാതിരി. അപ്പൊ അതാ പ്രതിഷ്ഠ സമയത്ത് ഉണ്ടാക്കണ ചില നിയമങ്ങൾ അത് പാലിക്കുന്ന രീതിയിലായിരിക്കണം അവിടുത്തെ കൺസ്ട്രക്ഷൻ. ഡിപ്പെൻസ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന് സ്ഥലം, 2 കാലാവസ്ഥ, അതായത് പിന്നെ കർമ്മം എന്ന് പറയും. കർമ്മം എന്ന് പറഞ്ഞാൽ പലതിലും പല ഉദ്ദേശങ്ങളുമാണ്. ഇപ്പം ഭദ്രകാളി ക്ഷേത്രങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് അപ്പം പ്രാർത്ഥിക്കാനുള്ളതാണ്. നേരെ പറഞ്ഞ സരസ്വതി ക്ഷേത്രം ആകുമ്പോഴോ വിദ്യയാണ്. അതാണ് അത് രണ്ട് കോൺസെപ്റ്റ്. അതാണ് ഉഗ്രമൂർത്തി, ശാന്തമൂർത്തി എന്നൊക്കെ പറയും. അങ്ങനെ ഓരോരോ വിഭാഗമൊക്കെ തിരിക്കും. അപ്പൊ ഇതില് ഈ പണ്ട് കാലത്ത് വയലുകളാണ് ഒട്ടാകെ നിരന്ന് കിടക്കുന്നത്. അപ്പോൾ ഒരു ക്ഷേത്രം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ചുറ്റും ഇതിൻ്റെ വൈബ്രേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു ഇടിമിന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഈ കൊടിമരാണ് പിടിച്ചെടുക്കുക. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് എന്താ ഇതിനെക്കാട്ടി ഒന്ന് ഹൈറ്റ് പാടില്ല എന്ന് പറയുന്നത്. അതായിരുന്നു പണ്ടത്തെ നിയമം. പിന്നെ ഇപ്പം കുറേ നിയമങ്ങളൊക്കെ മാറി. ചുറ്റുഭാഗം എന്താ പറയുക, ജലാശയം വരിക, റോഡ് വരിക, അങ്ങനെയൊക്കെ ആണെങ്കിൽ 200 വാര വേണമെന്നില്ല. അങ്ങനെയുള്ള നിയമം മാറി. കാരണം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കൺസ്ട്രക്ഷൻസ് ആയി. അപ്പോൾ പണ്ട് ആ ഒരു നിരന്ന് കിടക്കുന്നിടത്ത്, അതുപോലെ തന്നെ ഈ സൂത്രം ഇടുന്നതിലും കണ്ട് ഈ ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ കാണാം കേട്ടോ എന്ന് പറയും. കാരണം അത്രയും പരന്ന് കിടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എനർജി ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ, അതായത് നമ്മൾ ഈ ലൈറ്റനിങ് അറസ്റ്റർ എന്ന് പറയുന്ന മാതിരിയുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ് ശരിക്കും കൊടിമരങ്ങൾ ചെയ്യണത്. അപ്പൊ അതുകൊണ്ടാണ് അതിലും ഹൈറ്റ് വെക്കരുത് എന്ന് പറയുന്നത്. ഈ പടിത്തരം എഴുതുമ്പോൾ തന്ത്രി കുറിച്ച് വെക്കുന്നതാണ് അവിടുത്തെ നിയമം. കറക്റ്റ്, അതാണ് അതിൻ്റെ വളരെ വ്യക്തമായി. ഈ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഒരു അനുഭവം എന്നോ ഭാഗ്യം എന്നോ ഒക്കെ പറയാം. ഞങ്ങളുടെ ക്ഷേത്രം, ഞങ്ങളുടെ മേലില എന്ന് പറയുന്ന ഗ്രാമപ്രദേശമാണ്. അവിടുത്തെ മൂലക്ഷേത്രത്തിൽ ദുർഗാദേവിയാണ്, വനദുർഗയാണ്. താഴെ ഭദ്രകാളി തിരുമുടി ക്ഷേത്രമുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന് നിയോഗം ലഭിച്ചത് അച്ഛനാണ്. അതിൻ്റെ കരാർ വർക്ക് എടുത്തത്. അച്ഛൻ ഗവൺമെന്റ് കോൺട്രാക്ട് ആയിരുന്നു. അപ്പോൾ ഇതിന്റെ നിർമ്മാണം, ഇത് പൊളിക്കുമ്പോൾ മുതൽ പണി തീരുന്നിടം വരെ അടുത്ത് നിന്ന് കാണുകയും ആ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യാൻ പറ്റി ഒരു ഭാഗ്യം ഉണ്ടായി. ആ ഭാഗ്യത്തിന് പിന്നാലെ കുറച്ച് നിർഭാഗ്യങ്ങൾ വേറെ ഉണ്ടായി. അത് പോട്ടെ, അത് സ്വാഭാവികമാണ്. ഞാൻ ആദ്യമേ ചോദിച്ച ദോഷങ്ങൾ സംഭവിക്കുമോ എന്നുള്ളത്. അപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള ഒരു മുടിപ്പുര ക്ഷേത്രമാണ്. അങ്ങ് പറഞ്ഞതുപോലെ നെൽവയലുകളുടെ ഏലകൾ, മേലെ ഏല, അതാണ് മേലിലയായി പരിഗണിച്ചത്. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു സംഭവം, ഇത് പില്ലറും ബീമും ചെയ്യാതെ ഇത്രയും വയലായിരുന്നിരിക്കണമല്ലോ. ഇത് എങ്ങനെയാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്? ചെറിയ ക്ഷേത്രമാണ്. ഇപ്പോഴാണെങ്കിൽ പറയും കുട്ടി പില്ലർ അടിക്കണം എന്നൊക്കെ പറയുമല്ലോ. പക്ഷെ ഇത് പൊളിച്ചോണ്ടിരുന്നപ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥരടക്കം വന്ന് കാവല് നിൽക്കുക. കാരണം ഇത്രയും പുരാതനമായ ക്ഷേത്രമാകുമ്പോൾ ഇതിന്റെ അടിയിൽ വല്ല നിധി ഉണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡിനുള്ളതാണ്. നിധിയൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഞെട്ടിച്ച് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ ബേസ്മെന്റ് വെട്ടുകലാണ്. ഇതൊക്കെ മാന്തി കഴിഞ്ഞപ്പോൾ ഒരു 6 അടി പൊക്കത്തില് കല്ലുകൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിൽ കാണുന്ന തൂണുകളില്ലേ, പില്ലറിന് സമാനമായി മണ്ണിനടിയിലേക്ക് 6 അടി താഴ്ചയിലേക്ക് ഈ പില്ലർ ഇട്ടിരിക്കുകയാണ്. അത് കല്ലുകൊണ്ട്. ഞങ്ങൾ 6 അടി വരെ മാന്തി. കാര്യം ദേവസ്വം ഉദ്യോഗസ്ഥർ മാന്താൻ പറഞ്ഞിട്ടാണ്. കാരണം ഇതിന്റെ അറ്റം കാണും, ഇതിനടിയിൽ എന്തെങ്കിലും ഉണ്ടാകും. 6 അടി കഴിഞ്ഞിട്ട് കല്ല് നീണ്ടു പോവാ. അപ്പൊ അവിടെ വെച്ചത് അവസാനിപ്പിച്ച് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പിച്ച് ബാക്കി പണി അതിന്റെ പുറത്താണ് ഇപ്പോഴും ആ ക്ഷേത്രം പണിത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ പണ്ടുള്ള ഈ നിർമ്മാണ വേലകളിൽ ഏർപ്പെട്ടിരുന്നവരുടെ അവർ ആ ടെക്നോളജി ഉപയോഗിച്ചൊരു രീതിയാണ്. ഇത്തരത്തിൽ അങ്ങ് ഏതെങ്കിലുമൊക്കെ ക്ഷേത്ര നിർമ്മാണവുമായി പോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതായത് എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഓരോന്നും ഓരോ യൂണിക് വർക്കുകളാണ്.
അത് ഓരോരോ ഇതിനും അത് ആ ഒരു ശരി കാലവും സമയവും ഒക്കെ നോക്കിയിട്ടാണ് അത് ചെയ്യുക. അതായത് ഇന്ന ദിവസത്തിൽ ഇത്രാം തീയതി ഇന്ന സമയമാകുമ്പോൾ സൂര്യന്റെ കിരണം ഇവിടെ വന്ന് പതിയും. ഇപ്പൊ പത്മനാഭസ്വാമി ആണ്. ഇപ്പൊ അതുമാതിരി തന്നെ ഇപ്പൊ ശ്രീരാമക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ കണ്ട് കൃത്യമായിട്ട്. അതായത് അതിലെന്താ യൂണിക്നെസ് എന്താന്നുള്ളതാണ്. ഇപ്പൊ ഞാനും ഉണ്ട് ഒരു കുറച്ച് അറേബ്യൻ നാടുകളിൽ 1-2 ക്ഷേത്രത്തിന്റെ പണി നടക്കണം. ഇപ്പൊ എനിക്ക് പബ്ലിഷ് ചെയ്തുകൂടാ, സമയമാകുമ്പോൾ വന്നോളൂ. വിദേശ രാജ്യങ്ങളിലെ ക്ഷേത്രങ്ങൾ പണിയുവാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അത് ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോകുമ്പോൾ ഈ കേരളീയ വാസ്തുകലയാണോ നമ്മള് അവലംബിക്കുക? ഈ ഞാൻ കേരളത്തിൽ നിന്ന് ആയതുകൊണ്ട് ആയിരിക്കാം അങ്ങനെയുള്ള കണക്കുകളൊക്കെ കണിശായിട്ട് തന്നെ വെക്കും. പിന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മളവിടെ കൂടുതൽ മരത്തിന് പ്രാധാന്യമാണ്. പക്ഷെ വിദേശത്തൊക്കെ പോയി അത്രത്തോളം മരത്തിന് അത്ര പ്രാധാന്യം ഇല്ല. അതിന് പകരം വീണ്ടും പ്രാധാന്യം വരുന്ന കല്ലുകൾക്കാണ്. ഇപ്പൊ കല്ലുകളിൽ തന്നെയുള്ള കൊത്തുപണികൾ അങ്ങനെയുള്ളതൊക്കെയാണ്. ഈ ഓട് മേഞ്ഞ് ഇങ്ങനെയുള്ള ഒരു സിസ്റ്റവും കൂത്തമ്പലം ഇതൊക്കെ നമ്മളിവിടെ തന്നെയുള്ള ഒരു യൂണിക് ഉള്ളൂ. ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ദേവസ്വം ബോർഡുകൾ പുനർനിർമ്മിക്കുന്ന ക്ഷേത്രങ്ങളെല്ലാം കോൺക്രീറ്റ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. കാലഘട്ടത്തിനനുസരിച്ചെല്ലാം അതിലൊന്നും വലിയ കാര്യമില്ലല്ലോ. അന്ന് ആ മെറ്റീരിയൽ ആയിരുന്നു, അതുകൊണ്ട് അത് ഉപയോഗിച്ചു മാറുന്നു. അത്രേ ഉള്ളൂ. ഇതിൽ എന്താണെന്ന് വെച്ചാൽ എന്നിരുന്നാലും ദേവനും അതൊന്നും മാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിനൊരു സയൻസ് ഉണ്ട്, അത് വ്യക്തമായിട്ട് തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ അതിനൊരു പ്രാണൻ കൊടുക്കുന്ന ഒരു സിസ്റ്റം വളരെ മനോഹരമാണ്. അത് ഈ മുളപ്പിച്ച് ധാന്യങ്ങളിൽ നിന്നൊക്കെ അത് എത്ര ദിവസം വെച്ച് അതിന്റെ ഊർജ്ജം ഇതിലേക്ക് ആക്കി കുറച്ചൊരു നല്ല രസകരമായിട്ടുള്ള. മാത്രമല്ല കാള കുത്തിയ മണ്ണ്, പുഴയിലെ മണ്ണ്, ആന കുത്തിയ മണ്ണ് തുടങ്ങി ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലോ. അതിന് ആ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പിന്നെ സാധനങ്ങൾ, മെറ്റീരിയൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇതൊക്കെ എവിടെ പോയി കൊണ്ടുവരുന്നത്? ഞാൻ പോയിട്ടുണ്ട് ഇതൊക്കെ എടുക്കാൻ പറ്റും. കടലിലെ മണ്ണ്, കായലിലെ മണ്ണ്, തോട്ടിലെ മണ്ണ്, കാള കുത്തിയ മണ്ണ്, പന്നി കുത്തിയ മണ്ണ്, കാന കുത്തിയ മണ്ണ്, ഇങ്ങനെ പോണം. ഇത് ഞാൻ കേട്ട കഥ എന്റെ ചെറുപ്പത്തിലാണ്. നമ്മുടെ നാട്ടിലെ മൂലക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ ഇത് നടക്കുന്ന സമയത്ത് തേന് വേണം, നാടൻ തേൻ വേണം. നാടൻ തേന് തിരക്കൊന്നും കിട്ടിയില്ല. ഈ വേണ്ടുന്ന ദിവസത്തിന്റെ തലേ ദിവസം ക്ഷേത്രത്തിന്റെ സമീപത്ത് നിന്ന് ആൽമരം ഒടിഞ്ഞു വീണു. ആൽമരം ഒടിഞ്ഞു വീണപ്പോ അതിലുള്ളത് തേനുണ്ടായിരുന്നു. അത് ആർക്കും അപകടം പറ്റാതെ തന്നെ ഒടിഞ്ഞു വീണു. അത് ഭഗവാൻ തന്നെ കൊടുത്തു എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അത്രയും വൈകാരികമായ കണക്ഷൻ ഉള്ള സ്ഥലങ്ങളാണ്. അതായത് ആ ഒരു സ്ഥലത്തിന്റെ ഊർജമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പൊ അത് പറഞ്ഞപ്പോ ഒരു ഇത് എന്തിനാണ് വർഷത്തിൽ വെടിക്കെട്ട് നടത്തുന്നത്? വെടിക്കെട്ട് ഇപ്പൊ ഏറ്റവും പ്രശ്നമായിട്ട് വരുന്ന സാധനമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അതിലെ രാസവസ്തുക്കൾ ചേർന്ന് അന്തരീക്ഷത്തെ ശുദ്ധമാക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും. അതായത് പണ്ട് കാലത്ത് ഈ പകർച്ചവ്യാധികളൊക്കെ വല്ലാണ്ട് വരിക. അപ്പം വർഷത്തിലൊരിക്കൽ ആ ഗ്രാമത്തിലെ എനർജീനെ ഒട്ടാകെ മാറ്റുക. അതായത് വായുമണ്ഡലത്തിനെ മാറ്റാനുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ വെടിക്കെട്ട് ഇത്രയും 1 മണിക്കൂറൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ടാകുമ്പോൾ അത്രയും വായു ചൂട് പിടിച്ച് മേലേക്ക് പോവുകയാണ്. അതിനനുസരിച്ച് ചുറ്റുവട്ടത്തു നിന്നുള്ള നല്ല വായു ഇതിലേക്കാവും. ഇതൊരു റീസൈക്ലിംഗ് നടത്തുകയാണ് യഥാർത്ഥത്തിൽ. അല്ലാതെ ആരും പടക്കം പൊട്ടിച്ച് കളയല്ല. അല്ലല്ല, അതൊരു പ്രോസസ്സാണ്. അത് സമൂഹത്തിന്റെ ഒരു എന്താ പറയാ, കുറെ കാലമായിട്ട് ശ്വസിച്ചു ഇപ്പൊ കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥാനം തുറന്നു കഴിഞ്ഞാൽ തന്നെ ഒരു മണം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആ ഗ്രാമത്തിൽ ഒട്ടാകെ കെട്ടിക്കിടക്കുന്നതിനെ മാറ്റാനുള്ള ഒരു സംവിധാനമാണ് വെടിക്കെട്ട്. അതിനെയാണ് നിരോധിക്കുന്നത്. അതിനെ നിരോധിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്തിനാ വെറുതെ പൊട്ടിച്ചിട്ടാളിന്ന് അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ആളുകൾ ചോദിക്കുന്നുണ്ട് LED വാളിന്റെ കാലഘട്ടമല്ലേ, LED വാൾ വെച്ച് പോരാന്ന്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഇന്ത്യൻ സിസ്റ്റത്തിൽ ഒരു തരി പോലും സയൻസ് ഇല്ലാത്ത സിസ്റ്റം ഇല്ല എന്നാണ്. അതാണ് രസം. ഇപ്പൊ സന്ധ്യാസമയത്ത് നമ്മൾ നിലവിളക്ക് വെക്കുന്നത്. എന്തിനാണ് നിലവിളക്ക് വെക്കുന്നത്? പ്രകാശത്തിലാണെന്നാണ്. അതാണ് നമ്മളതില്. ബാക്കി എല്ലാ ജനലും വാതിലൊക്കെ അടച്ച് നമ്മൾ ഒരു വാതിൽ മുന്നിലുള്ള ഉമ്മറത്തുള്ള വാതിൽ തുറന്ന് ഒരു പ്യൂരിഫയർ വെക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട് സന്ധ്യ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ കൊതുക് പാറ്റകളൊക്കെ വരിക. അപ്പൊ ഈ അണുക്കൾ വീട്ടിന്റെ ഉള്ളിൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്യൂരിഫയർ ആണ് ഇത് വെക്കുന്നത്, സന്ധ്യക്ക് വെക്കണം. അപ്പൊ എല്ലാ ദിവസവും അവിടെ ഇരുന്ന് അത് കൂടാണ്ട് രാമ 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 നാമജപം കൂടി ആകുമ്പോൾ ഒരു നല്ല വൈബ്രേഷൻ അത് ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ടുണ്ട് അൺവാണ്ടഡ് ആയിട്ടുള്ളതൊക്കെ ഇതിൽ കളക്ട് ചെയ്യുകയും ചെയ്യാണ്. അല്ല, അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഓരോരോ ഇതും. ഈ തുളസിത്തറകൾ നിർമ്മിക്കുന്നത് ദോഷമാണെന്ന് പറയാറുണ്ട്. ഞാൻ ഇടപെടല്ല. അല്ല, മനസ്സിലായി. അറിയാത്തതൊക്കെ എളുപ്പമാണല്ലോ ദോഷം എന്ന് പറഞ്ഞതല്ല. എനിക്ക് അറിയാത്ത എന്താണ് ഇപ്പൊ ഈ വാസ്തുക്കാരനെ കേട്ടോ ഒക്കെ മരണച്ചിട്ട. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാത്തത് കൊണ്ട് അതൊന്നിനും കൊള്ളില്ല എന്നാണ് ധാരണ. തുളസിത്തറ എന്ന് പറഞ്ഞാൽ വായു ശുദ്ധീകരിക്കണേ. അപ്പോ നമ്മളെ വീട്ടിന്റെ ഉള്ളിലേക്ക് ഒരു തുളസീനെ തൊട്ടും കൊണ്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വായു പ്രവേശിക്കുമ്പോഴോ
അത് പ്യൂരിഫിക്കേഷൻ നടന്നിട്ടാണിത്. ഇനി വീട്ടിന്റെ ഉള്ളിൽ 4 കെട്ടിന്റെ നടുമുറ്റത്ത് അവിടെ ഒരു മുല്ലത്തറ ഉണ്ടാവും. അവിടെ ശുദ്ധീകരണം മാത്രമല്ല, ഒരു മനോഹരമായ ഒരു സുഗന്ധവും കൂടി വീട്ടിന്റെ ഉള്ളിൽ പരത്തുക. അതാണ് മുല്ലത്തറ അല്ല പറയാണ്. അപ്പൊ ഇതൊന്നും ദോഷമോ ഇതൊന്നുമല്ല. അത് ഏത് സ്ഥലത്താണ് ഏത് ദിശയിലാണെന്നനുസരിച്ച് അതിന്റെ ഹൈറ്റുകളൊക്കെ മാറും.